ഹായ് ഫ്ലട്ടർ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടറിൽ എങ്ങനെ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാക്കേജ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് FL ചാർട്ട്. ഇതൊരു പവർഫുൾ പാക്കേജാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം, ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം, പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ നമ്മുടെ UIയിൽ കാണിക്കുന്നതൊക്കെ യൂസറിന് വളരെ ഇമ്പ്രഷൻ തരുന്ന ഓരോ കാര്യങ്ങളാണ്. കൂടാതെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസറിന് ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനും ഈ ചാർട്ടുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ പൈ ചാർട്ട് എങ്ങനെ നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ പാക്കേജ് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. FL ചാർട്ട് നമ്മുടെ ഡിപ്പെൻഡൻസി നട്ടിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സിമ്പിൾ UI ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ഒരു ബോഡിക്കുള്ളിൽ ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിനുള്ളിൽ ആണ് നമ്മൾ ഈ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫിക്സ്ഡ് ഹൈറ്റും ആണ്. അപ്പോൾ ഞാനൊരു സൈസ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഫിക്സ്ഡ് ഹൈറ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 400 ഹൈറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ചൈൽഡായിട്ട് പൈ ചാർട്ട് നമ്മുടെ പാക്കേജിൽ നിന്ന് ഈ ഒരു വിഡ്ജറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ പൈ ചാർട്ട് എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആനിമേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡ്യൂറേഷനും കർവൊക്കെ. നമുക്ക് വേണ്ടത് ഒരു പൈ ചാർട്ട് ഡാറ്റയാണ്. അവിടെ നമുക്ക് പൈ ചാർട്ട് ഡാറ്റ എന്ന് കൊടുത്തു നോക്കാം. പൈ ചാർട്ട് ഡാറ്റ അതാ. ഇനി നമുക്ക് പൈ ചാർട്ട് ഡാറ്റയിൽ എന്തൊക്കെ വേണം നോക്കാം. പൈ ചാർട്ട് ഡാറ്റയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ സെക്ഷൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ഈ സെക്ഷൻസിൽ ഒരു ലിസ്റ്റ് ഓഫ് പൈ ചാർട്ട് സെക്ഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പൈ ചാർട്ടിൽ കാണിക്കുന്ന ഓരോ സെക്ഷൻസും ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പൈ ചാർട്ട് സെക്ഷൻസ് എടുക്കുക. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്കൊരു പൈ ചാർട്ട് സെലക്ഷൻ ഡാറ്റ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതിനെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കാം, കാണാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഒരൊറ്റ സെക്ഷനെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് 2 സെക്ഷൻ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 2 സെക്ഷൻ വന്നിട്ടുണ്ട്. ഒരു സെക്ഷൻ കൂടെ ആഡ് ചെയ്ത് നോക്കാം. 3 സെക്ഷൻ. ഒരു പൈ ചാർട്ടിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിന് കുറച്ച് കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ഡിഫറെൻ്റ് ആക്കി നോക്കാം. കണ്ടോ, ഓരോ കളർ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ കുറച്ചുകൂടി വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോർഡർ ഡാറ്റ എന്ന് പറഞ്ഞ ഇത് നോക്കാം. ഓക്കെ, ഇതിന് എത്ര ബോർഡർ വേണം. ഇതിന് ബോർഡർ ഓരോ സെക്ഷനും ബോർഡർ വേണമെങ്കിൽ നമുക്കിവിടെ ബോർഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ സെൻറ്റർ സ്പേസ് കളറ്, സെൻറ്റർ സ്പേസ് റേഡിയസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പോൾ 100 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ സെൻറ്ററിലുള്ള ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് 0 കൊടുത്തു നോക്കാം. കണ്ടോ, ആ സെൻറ്ററിലുള്ള സർക്കിൾ ഫുള്ളായിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ UI എങ്ങനെ വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ UIയും ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു സർക്കിൾ വേണം. ആ തരത്തിലാണ് നമുക്ക് UI ഡിസൈൻ ചെയ്യേണ്ടെങ്കിൽ അവിടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക, എത്രത്തോളം വേണമെന്നുള്ളത്. എന്നാൽ നമുക്ക് അവിടെ ഒരു സർക്കിൾ വേണ്ട, നമുക്ക് കറക്റ്റ് ഒരു പൈ ചാർട്ട് ആ ഡീറ്റെയിൽസ് മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അത് 0 ആക്കി സെറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഈ പൈ ചാർട്ട് കാണിക്കുന്നത് ഒരു ഫുൾ 100%-നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താണ് കാണിക്കുന്നത്. നമുക്ക് നമ്മൾ പറയുന്ന അനുസരിച്ച് ഇതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കണം. നമ്മൾ 10% കൊടുത്തു കഴിഞ്ഞാൽ 10%, 50 കൊടുത്തു കഴിഞ്ഞാൽ 50, ആ രീതിക്ക് കാണിക്കണം. അപ്പോൾ അതിന് ഓരോന്നും വാല്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വാല്യൂസിലാണ് ആ പെർസെൻറ്റേജ് കൊടുക്കുക. അപ്പം വാല്യൂസ് എടുക്കുന്നത് ഒരു ഡബിൾ വാല്യൂനാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 10.0 കൊടുക്കുന്നു.
ഇവിടെ ഞാൻ വാല്യൂ ആയിട്ടൊരു 13.0 കൊടുക്കുന്നു. ഇവിടെ വാല്യൂ ആയിട്ട് ബാക്കി 100 ഉണ്ട്, ബാക്കി എത്ര ഉണ്ട്? 40 ആയി. ഇനി 16 കൂടെയാണ് ബാക്കിയുള്ള വാല്യൂ. സേവ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ കൊടുത്ത വാല്യൂ, നമ്മൾ കൊടുത്ത പെർസെൻറ്റേജിനനുസരിച്ച് ആ പൈ ചാർട്ട് റീഅറേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. ബോർഡർ സൈഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഈ ഗ്രീനിന് നമുക്കൊരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്ത് നോക്കാം. ഗ്രേഡിയൻറ്റ് ഞാൻ തൽക്കാലം ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലീനിയർ ഗ്രേഡിയൻറ്റിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ആവശ്യമുണ്ട്. ഒരു കളേഴ്സ് ഓഫ് ലിസ്റ്റാണ് ആവശ്യം. ഞാനിപ്പോൾ ഗ്രീൻ അല്ലേ, കളേഴ്സ് ഓഫ് ഗ്രീനും പിന്നെ ഗ്രീനോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മ കൊടുക്കാതായിരിക്കും കുറച്ചും കൂടെ വൃത്തി. അപ്പോൾ കളേഴ്സ് ഓഫ് ഗ്രീൻ ആക്സെൻറ്റ് കൂടെ കൊടുക്കുക. കണ്ടോ? ഓക്കെ, ഞാനിപ്പോൾ ഈ റെഡിനാണ് റീപ്ലേസ് ചെയ്തത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. റെഡ് റീപ്ലേസ് ചെയ്തിട്ട് വന്നത്. നമുക്ക് ഈ ഗ്രീനെ മാറ്റി റെഡാക്കാം, എന്നാൽ കാണുമ്പോൾ കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഓക്കെ, കണ്ടോ? ഇതാ ഗ്രീൻ ആക്സെൻറ്റ് ഇവിടെ, ഗ്രീൻ ഇവിടെ, ഇതാ ഗ്രേഡിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്രേഡിയൻ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാം? അവിടെ റേഡിയസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, റേഡിയസ് ഇപ്പോൾ ഒരു 100 ആക്കി നോക്കാം നമുക്ക്. കണ്ടോ, 100 ആയിട്ടുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഡിഫോൾട്ടായിട്ട് ഉള്ള റേഡിയസാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാത്തിനും 100 ആക്കി കൊടുക്കാം റേഡിയസ്. ഇനി ഇങ്ങനെയാണ് നമ്മളൊരു പൈ ചാർട്ട് ആഡ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൽ ഇപ്പോൾ പെർസെൻറ്റേജ് ആണ് വ്യൂ ചെയ്യുന്നത്. നമുക്കൊരു എക്സ്പെൻസ് ട്രാക്കർ ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ നമ്മുടെ എക്സ്പെൻസ് ആണ് ഷോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ടൈറ്റിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്താണ് അവിടെ ഷോ ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്താൽ മതി. ടൈറ്റിലിൽ ഒരു വിഡ്ജറ്റ് അല്ല, സ്ട്രിങ് തന്നെയാണ് അവിടെ ആവശ്യമുള്ളത്. അപ്പോൾ സ്ട്രിങ് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൈറ്റിലായിട്ട് നമുക്കൊരു ഷൂവിൻ്റെ ഒരു എക്സ്പെൻസ് ആണ്, ഷൂ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, പെർസെൻറ്റേജ് റീപ്ലേസ് ആയിട്ട് അവിടെ ഷൂ എന്നായിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ചെയ്ത് കൊടുത്താൽ മതി. ഇതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇനി നമുക്കിപ്പോൾ ഓരോ ഐറ്റത്തിനെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ആനിമേഷൻ ആഡ് ചെയ്താലോ. അത് ഞാൻ 60% ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 60% ഒന്ന് വലുതായി വരുന്ന പോലെ ഒരു ചെറിയൊരു ആനിമേഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആനിമേഷൻ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മാനുവലി ഇങ്ങനെ ഓരോന്നോരോന്നാണ് ആഡ് ചെയ്തത്. ഇത് നമുക്ക് ഓരോ ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ടൈറ്റിൽസ്, എന്തൊക്കെ ടൈറ്റിൽസ് നമുക്ക് വേണം? നമ്മളെ ഒരു ഫുഡ്, ഒരു എക്സ്പെൻസ് ട്രാക്കറായിട്ട് കൺസിഡർ ചെയ്യുക. ഫുഡ് ഒരു എക്സ്പെൻസാണ്. പിന്നെ ടീ ഒരു എക്സ്പെൻസാണ്. ഗ്രോസറി, ഓക്കെ, ഇത് മതി, 3 മതി പഠിക്കാൻ വേണ്ടിയല്ലേ. പിന്നെ നമുക്ക് ഒരു കളേഴ്സിൻ്റെ ഒരു ലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കളേഴ്സിൻ്റെ ഒരു ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാം, ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ ഡബിളാണ് വേണ്ടത്. വാല്യൂസ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ ഇവിടെ കാണിക്കാമെന്ന് നോക്കാം. ഇത് ഈ ലിസ്റ്റ് ഇങ്ങനെ മാനുവലി ആഡ് ചെയ്യുന്നതിന് വരെ നമുക്ക് ലിസ്റ്റ് ഡോട്ട് ജനറേറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ തൽക്കാലം ടൈറ്റിൽസ് ഡോട്ട് ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവിടെ വേണ്ടത്? സെക്ഷൻസിൽ പൈ ചാർട്ട് സെക്ഷൻസ് ഡാറ്റയാണ് വേണ്ടത്. അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യണം? നമ്മൾ ടൈറ്റിൽസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽസ് ഓഫ് ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ടൈറ്റിൽസും വരും അവിടെ.
ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കണം. അത് നമ്മൾ വാല്യൂസ് എന്ന് പറഞ്ഞ ലിസ്റ്റിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വാല്യൂസ് ഓഫ് ഇൻഡെക്സ് കൊടുക്കുക. അപ്പോൾ ഓരോ വാല്യൂസ് അവിടെ വരും. നെക്സ്റ്റ് നമുക്ക് എന്താ വേണം, കളേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കളേഴ്സ് ഓഫ് ഇൻഡെക്സ് കൊടുക്കുക. ദെൻ നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇത് റിട്ടേൺ ചെയ്യുക, സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ആ ആനിമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓരോ ഐറ്റത്തിനെയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓരോ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് PyTouch ഡാറ്റ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ PyTouch ഡാറ്റ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? PyTouch ഡാറ്റ തന്നെയാണ്. അപ്പോൾ ഇതൊരു PyTouch ഡാറ്റ. ഓക്കെ, ഈ PyTouch ഡാറ്റയിൽ ഫസ്റ്റ് നമുക്ക് ഈ ടച്ച് എനേബിൾ ചെയ്യണം. അത് ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന മൗസ് അല്ല, നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ടച്ച് കോൾ ബാക്ക് ആണ്. ടച്ച് കോൾ ബാക്ക് എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ടച്ച് കോൾ ബാക്കിൽ P0 എന്ന് പറയുന്നത് ഒരു FL ടച്ച് ഇവൻ്റ് ആണ്. ഇവൻ്റിൽ നിന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. പിന്നെ P1 എന്ന് പറയുന്നത് PyTouch റെസ്പോൺസ് ആണ്. നമുക്കത് റെസ്പോൺസിൽ നിന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി നമുക്കൊരു കണ്ടീഷൻ എഴുതി കൊടുക്കാം. ഇഫ് ഇവൻ്റ് ഡോട്ട് ഈസ് ഇൻട്രസ്റ്റഡ് ഫോർ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് സെലക്റ്റഡ് ആണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടി, അതിൻ്റെ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു പേരുമാണല്ലോ അതിന് ക്ലിക്ക് ചെയ്യുന്നതിന്. ഈ സെലക്റ്റഡ് എന്ന് കൊടുക്കാം, ഇൻഡെക്സ് എന്ന് കൊടുക്കാം. ഞാൻ ഒരു -1 ഫസ്റ്റ് ഇനീഷ്യലി അതിന് വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, റെസ്പോൺസ് ഡോട്ട് ടച്ച് സെലക്ഷൻ ഡോട്ട് ടച്ച് സെലക്ഷൻ ഇൻഡെക്സ്. ഇവിടെ നമുക്ക് ഇത് കിട്ടും. ബട്ട് ഇവിടെ നള്ളിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നൾ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അപ്പം റെസ്പോൺസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ നടക്കരുത്. പിന്നെ റെസ്പോൺസ് ഡോട്ട് ടച്ച് സെലക്ഷൻ ഈക്വൽ ടു നള്ളാണെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ കേസിൽ നമുക്ക് ഇൻഡെക്സും കൂടെ ഒന്ന് സെലക്ടർ ഇൻഡെക്സും കൂടെ ഒന്ന് സെലക്ടർ ഇൻഡെക്സ് എന്നല്ല നമ്മൾ കൊടുത്ത് ഈ സെലക്ടർ ഇൻഡെക്സ് എന്നോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് -1 എന്ന് പറഞ്ഞ വാല്യൂ വരാം. ഇപ്പം നള്ളു വരുന്ന കണ്ടീഷനിൽ ഈ സെലക്ടഡ് -1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കണ്ടീഷൻ അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്കിവിടെ ഈ സെലക്ടഡ് ഇൻഡെക്സിലേക്ക് നമ്മൾ ആ കറക്റ്റ് സെലക്ട് ചെയ്യുന്ന ആ ഇൻഡെക്സിനെ വെക്കാം. അപ്പം അത് കിട്ടാനായിട്ട് റെസ്പോൺസ് ഡോട്ട് ടച്ച് സെലക്ഷൻ ഡോട്ട് ടച്ച്ഡ് സെലക്ഷൻ ഇൻഡെക്സ് ഇത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നൾ സേഫ്റ്റി ഇട്ട് കൊടുത്തേരെ ധൈര്യമായിട്ട്, കാരണം നമ്മളിവിടെ നള്ളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ നള്ള് വരില്ല. ഓക്കെ, സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ടച്ച് ചെയ്യുന്ന അത് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. നമുക്കൊന്ന് ലോഗ് അയച്ച് നോക്കാം. അത് ഈ സെലക്ടഡ് ഇൻഡെക്സിനെ സ്ട്രിങ്ങിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അവിടെ ഇൻഡെക്സ് കിട്ടുന്നുണ്ട്. ഇതാ കൺസോളിൽ പ്രിൻ്റായി വരുന്നുണ്ട്. ഓക്കെ, 3 ഇൻഡെക്സ് ആണുള്ളത്, 0, 1, 2. അപ്പോൾ ഈ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഒരു ബൂളിയൻ വേരിയബിൾ ആണ് വേണ്ടത്. ശരിക്കും നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകണം. അതായത് ഇവിടെ ഈ ജനറേറ്റ് ആയി വരുന്ന ഇൻഡെക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഇൻഡെക്സും ആ ഇൻഡെക്സും ഈക്വൽ ആണെങ്കിൽ അതിനെ വലുതാക്കണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു ബൂളിയൻ വേരിയബിൾ ആണ്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഈ സെലക്റ്റഡ് എന്ന് കൊടുക്കാൻ തൽക്കാലം. സെലക്ടറിലേക്ക് ഇൻഡെക്സ് ഈക്വൽ ടു നമ്മുടെ ഈ സെലക്റ്റഡ് ഇൻഡെക്സ് ആണെങ്കിൽ അത് ട്രൂ, ഈ സെലക്ടഡിൽ ട്രൂ ആയിരിക്കും. ഈ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ റേഡിയസ് എന്ന് പറഞ്ഞ സംഭവത്തെ നമുക്കൊന്ന് വലുതാക്കാം. ഓക്കെ,
ഇൻഡെക്സ് ഓക്കെ. ഈ സെലക്റ്റഡ് ആണെങ്കിൽ നമുക്ക് റേഡിയസ് ഒരു 100 കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 60 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നും സംഭവിക്കില്ല, കാരണം ഈ സെലക്ടറിൻ്റെ സ്റ്റേറ്റ്, ഈ സെലക്ടഡ് ഇൻഡെക്സിൻ്റെ സ്റ്റേറ്റ് നമ്മൾ അപ്ഡേറ്റ് ആക്കണമെങ്കിൽ സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ഏത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ലോജിക്ക് ചെയ്യണം. ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു പൈ ചാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഫുള്ളും സെറ്റ് സ്റ്റേറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്കിൻ്റെ രീതിക്ക് ഇവൻ്റ് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, സെറ്റ് സ്റ്റേറ്റിലാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇതും അപ്ഡേറ്റ് ആവണമെങ്കിൽ ഇതും സെറ്റ് സ്റ്റേറ്റിലാക്കി കൊടുക്കണം. ഓക്കെ, സേവ് ചെയ്യാം, ടച്ച് ചെയ്ത് നോക്കാം. വാവ്, വർക്കിംഗ് ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് വലുതായി വരുന്നുണ്ട്. റേഡിയസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടി, ക്ലിക്ക് ഒഴിവാക്കുമ്പോൾ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ പൈ ചാർട്ടൊക്കെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സിമ്പിൾ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്കേജസൊക്കെ എങ്ങനെ നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാം, എങ്ങനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ്, യൂസ്ഫുള്ളായിട്ടുള്ള വിഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാനിങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ വന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ. അപ്പോൾ താങ്ക് യു.